Dear students, in the previous class we had been discussing of judiciary, the third department of government. Judiciary is the third department among the three departments of government. And today let us see what are the functions exercised by judiciary. Judiciary is the third department of government, and the excellence of government depends upon the എഫിഷ്യൻസി ഓഫ് ദി ജുഡീഷ്യൽ സിസ്റ്റം. ഒരു ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തെ ആസ്പദമാക്കിയാണ്. ജുഡീഷ്യറി കൺസിസ്റ്റ് ഓഫ് കോർട്ട്സ്, ജഡ്ജസ് ആൻഡ് ലോസ്. ജുഡീഷ്യറി എന്നാൽ കോടതികളും ജഡ്ജിമാരും നിയമങ്ങളും ചേർന്നതിനെയാണ് ജുഡീഷ്യറി എന്ന് പറയുക. ദ ജുഡീഷ്യറി പെർഫോംസ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ജുഡീഷ്യറി ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും നീതി നടപ്പിലാക്കുക, നീതി പരിപാലിക്കുക എന്നതാണ് ആത്യന്തികമായി ജുഡീഷ്യറിയുടെ കർത്തവ്യം. നമുക്ക് നോക്കാം ഏതൊക്കെ ഫംഗ്ഷനുകളാണ് ജുഡീഷ്യറി കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ആൻഡ് അപ്ലൈസ് ലോ ടു സ്പെസിഫിക് കേസസ്. അപ്പോൾ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതും അതിനെ നടപ്പിൽ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് അതിനെ അപ്ലൈ ചെയ്യുന്നതും ജുഡീഷ്യറിയാണ്. അപ്പോൾ ആ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ജുഡീഷ്യറിയില്ല. ജുഡീഷ്യറി അല്ല നിയമം ഉണ്ടാക്കുന്നത്, മറിച്ച് ലെജിസ്ലേച്ചറാണ്. ആ ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത് ജുഡീഷ്യറിയാണ്. മറ്റൊന്ന്, ഓൾദോ എ ജഡ്ജ് ഈസ് നോട്ട് എ ലെജിസ്ലേറ്റർ, ഹി ആഡ്സ് ടു ദ ലോ ഓഫ് ദ കൺട്രി ഇൻ ഹിസ് ഓൺ വേ. ഒരു നിയമം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല ജഡ്ജിയെങ്കിലും പലപ്പോഴും ജഡ്ജിമാർ നിലവിലുള്ള നിയമത്തോട് പലതും കൂട്ടിച്ചേർക്കാറുണ്ട്. കേസുകൾ പരിഗണിക്കുന്ന വേളയിൽ, നിയമത്തെ വ്യാഖ്യാനിക്കുന്ന വേളയിൽ ആ നിയമത്തോടുകൂടി അതിനെ കുറച്ചുകൂടി വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ ജഡ്ജിമാർ ശ്രമിക്കാറുണ്ട്. അവർ ലെജിസ്ലേച്ചർ അല്ല എങ്കിൽ കൂടി, നിയമനിർമ്മാണം നടത്തേണ്ട ആളല്ല എങ്കിൽ കൂടി ജഡ്ജിമാർ പലപ്പോഴും നിയമത്തെ വികസിപ്പിക്കാറുണ്ട്, വ്യാപ്തിയാക്കാറുണ്ട്, കൂടുതൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്, കൂടുതൽ വ്യാഖ്യാനിക്കാറുണ്ട്. ജഡ്ജ് മെയ്ഡ് ലോ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇംഗ്ലണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ. ജഡ്ജിമാരാൽ ഉണ്ടാക്കപ്പെടുന്ന നിയമം നിലവിലുള്ള നിയമത്തോട് ആഡ് ചെയ്യുന്ന ആ നിയമനിർമ്മാണ സംവിധാനം ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം നിലവിലുണ്ട്. ദ ഡ്യൂട്ടി ഓഫ് ജഡ്ജസ് ഇൻ ദിസ് റെസ്പെക്ട്സ് ഈസ് ടു ഇൻ്റർപ്രറ്റ് ദി എക്സിസ്റ്റിംഗ് ലോ ആൻഡ് ടു ക്രിയേറ്റ് ലോ. അപ്പോൾ ഏത് രീതിയിലാണ് ജഡ്ജ് മെയ്ഡ് ലോ ഉണ്ടാവുക? ആ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ലോയെ, നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയ എക്സിസ്റ്റിംഗ് ലോയെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം അതിന് അല്പം കൂടി വ്യാപ്തിയാക്കിക്കൊണ്ട്, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, കുറച്ചുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒരു പുതിയ നിയമം ഉണ്ടാക്കപ്പെടുക. അതിനർത്ഥം നിലവിലുള്ള നിയമത്തിനെ കുറച്ചുകൂടി വിശാലമാക്കി മാറ്റുന്ന ഒരു അഡിഷൻ നടത്തുകയാണ് ജഡ്ജിമാർ ചെയ്യുക. അതിനെയാണ് ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയുക. അല്ലാതെ തികച്ചും പൂർണ്ണമായി ഒരു നിയമം ഉണ്ടാക്കുകയല്ല. എക്സിസ്റ്റിംഗ് ലോയെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന, അതിനോട് ചിലത് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയും. അതും ജുഡീഷ്യറിയുടെ ഒരു കർത്തവ്യമാണ്. മറ്റൊന്ന്, ദ ജുഡീഷ്യറി ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു എഴുതപ്പെട്ട ഭരണഘടന, അതിൻ്റെ കസ്റ്റോഡിയൻ, അതിൻ്റെ സംരക്ഷണം ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ദ ജുഡീഷ്യറി ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ആ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത്, അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാണ്. പ്രത്യേകിച്ചും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എഴുതപ്പെട്ട ഭരണഘടനയുണ്ടെങ്കിൽ എഴുതപ്പെട്ട ഭരണഘടന വയലേറ്റ് ചെയ്യപ്പെടാതിരിക്കുവാൻ, ആ ഭരണഘടന സംരക്ഷിക്കപ്പെടുവാനുള്ള ചുമതല ജുഡീഷ്യറിയിൽ നൽകപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ദ കോർട്ട് ഇഷ്യൂ ഇൻജങ്ഷൻസ് ഓർ റിസ്ട്രെയിനിങ് ഓർഡേഴ്സ്. അതുപോലെ തന്നെ പല ഉത്തരവുകൾ കോടതികൾ ഇറക്കാറുണ്ട്. ആ ഉത്തരവുകൾ ഇറക്കാനുള്ള അല്ലെങ്കിൽ ഇൻജങ്ഷൻസ്, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ നിർത്തിവെക്കുവാൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. റോഡുകൾ കയ്യേറി അല്ലെങ്കിൽ സ്ഥലം കയ്യേറി എന്നൊക്കെ വരുമ്പോൾ ഇൻജങ്ഷൻ ഓർഡറുകൾ തൽസ്ഥിതി തുടരുവാനുള്ള കോടതിയുടെ ഉത്തരവിനെയാണ് അത് പറയുക. അപ്പോൾ അവിടെ പിന്നീട് ഒരു പ്രവർത്തനങ്ങളും കോടതിയുടെ വിധിക്ക് മുൻപേ പാടില്ല എന്നുള്ള ഓർഡറാണ് ഇൻജങ്ഷൻ ഓർഡറുകൾ. അതുപോലുള്ള റിസ്ട്രെയിനിങ് ഓർഡറുകളെല്ലാം ഇഷ്യൂ ചെയ്യുന്നത് കോടതിയുടെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. ഇൻ സർട്ടൻ കേസസ് ദി അഡ്വൈസ് ഓഫ് ദി കോർട്ട് ഈസ് സോട്ട് ബൈ ദി ഗവൺമെൻറ്. ചില കാര്യങ്ങളിൽ ഗവൺമെൻറ് എന്ന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് ജുഡീഷ്യറിയുടെ അഭിപ്രായം തേടാറുണ്ട്.
പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ അഭിപ്രായം ഇന്ത്യൻ പ്രസിഡൻറ്റും ഹൈക്കോടതിയുടെ അഭിപ്രായം സംസ്ഥാന ഗവർണർമാരും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവും പ്രധാനമന്ത്രിയും അതോടൊപ്പം സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുമെല്ലാം ചില പ്രത്യേക വിഷയങ്ങളിൽ കോടതിയുടെ അഭിപ്രായം ആരായാറുണ്ട്. അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് കോടതിയുടെ അഭിപ്രായം ആരായാറുണ്ട്. അപ്പോൾ ആ ഒരു കോടതി ഒരു അഡ്വൈസ് നൽകുവാനുള്ള, ആ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള, അഭിപ്രായം അവരെ അറിയിക്കുവാനുള്ള അധികാരം കൂടി ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജുഡീഷ്യറി എന്ന ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, നിയമം വ്യാഖ്യാനിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, നിയമം വ്യാഖ്യാനിക്കുന്ന വേളയിൽ ആ നിയമത്തെ കുറച്ചുകൂടി വികസിപ്പിക്കാറുണ്ട്. ചില സമയത്ത് അതിനെയാണ് ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയുക. അതുപോലെ തന്നെ ജുഡീഷ്യറി ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ജുഡീഷ്യറി ഇഷ്യൂ ഇൻജങ്ഷൻസ് ഓർ റിസ്ട്രെയിനിങ് ഓർഡേഴ്സ്. അതുപോലെ തന്നെ സംടൈംസ് ദി അഡ്വൈസ് മേ ബി ഗിവൺ ടു ദി ഗവൺമെൻറ് ബൈ ദി ജുഡീഷ്യറി. ദിസ് ഈസ് all about the functions enjoyed by judicial department of government. And now judicial activism. അപ്പോൾ നീതിന്യായ സംവിധാനത്തിൻ്റെ ആ ഒരു മേൽക്കോയ്മ, ആ ഒരു നീതി ഉറപ്പുവരുത്തുന്നതിനുള്ള ചില വെപ്പൺസ്, ചില അധികാരങ്ങൾ ജുഡീഷ്യറിയിൽ നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള രണ്ട് അധികാരങ്ങളെയാണ് ഒന്ന് ജുഡീഷ്യൽ ആക്ടിവിസം എന്നും മറ്റൊന്നിനെ ജുഡീഷ്യൽ റിവ്യൂ എന്നും പറയുക. ലെറ്റ് us see what is judicial activism. Judicial activism is an examination of judicial acts. Judicial activism elevated the Supreme Court of India from a passive positivist court to an activist one, articulating counter checks on the ills of democracy. ജനാധിപത്യത്തെ സംരക്ഷിക്കുക, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുവാനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ ആക്ടിവിസം. ആ ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെ ജനാധിപത്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഇടപെടുവാനുള്ള ഒരു അധികാരം ജുഡീഷ്യറിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സോ ടു പ്രൊട്ടക്റ്റ് ദി കൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ കൺസെപ്റ്റ് സംരക്ഷിക്കപ്പെടുവാൻ, ഗവൺമെൻറ് മോശമായ രീതിയിൽ ജനാധിപത്യത്തെ വളച്ചൊടിച്ചാൽ ദെൻ ദി ജുഡീഷ്യറി ഹാസ് ദ പവർ ടു ഇൻ്റർവീൻ. അപ്പോൾ അതിലേക്ക് ഇടപെടുവാനുള്ള, ആ ഒരു ആക്റ്റീവായിട്ട് ഇടപെടുവാനുള്ള അധികാരം ജുഡീഷ്യറിയിൽ നൽകപ്പെട്ടിരിക്കുകയാണ്. അതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. അപ്പോൾ ജനാധിപത്യ സംരക്ഷണത്തിനായി ജുഡീഷ്യറിക്ക് ഇടപെടാനുള്ള ഒരു അധികാരത്തിനെയാണ്, ഗവൺമെൻറ്റിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ പരിശോധിക്കുവാനുള്ള അധികാരത്തിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയും. യൂസിങ് ജുഡീഷ്യൽ ആക്ടിവിസം ആസ് എ വെപ്പൺ, സുപ്രീം കോർട്ട് ഗീവ്സ് ഡയറക്റ്റീവ് ത്രൂ ഗവൺമെൻറ്. ഈ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന വെപ്പണിലൂടെ, ആ ഒരു അധികാരത്തിലൂടെ, ആ ഒരു ആയുധത്തിലൂടെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുവാൻ, ഗവൺമെൻറ്റിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ, ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യുവാൻ, ഗവൺമെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ കോടതിക്ക് നൽകപ്പെട്ടിട്ടുള്ള അധികാരത്തിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയും. അപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്നാൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ, ജനാധിപത്യ വിരുദ്ധമായി ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവയെ നിയന്ത്രിക്കുവാൻ, അവരെ നേരെ പോകുവാൻ, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുവാനുള്ള കോടതിയുടെ അധികാരത്തിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയും. മറ്റൊന്ന് ജുഡീഷ്യൽ റിവ്യൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺഫേഴ്സ് ഓൺ ദി സുപ്രീം കോർട്ട് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ജുഡീഷ്യറിക്ക്, പ്രത്യേകിച്ച് സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ഇഫ് ദ പാർലമെൻറ്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എക്സീഡ് ദെയർ പവേഴ്സ്, ദ സുപ്രീം കോർട്ട് ക്യാൻ ഇൻ്റർവീൻ എഫക്റ്റീവ്ലി. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ജുഡീഷ്യൽ റിവ്യൂ? കേന്ദ്ര നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ അവയ്ക്കുള്ള അധികാരത്തിനു മേൽ അധികാരം പ്രയോഗിക്കുകയാണെങ്കിൽ, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തേക്കാൾ കൂടുതൽ എക്സീഡ് ദെയർ പവേഴ്സ്, അങ്ങനെ വരികയാണെങ്കിൽ അതിൽ ഇടപെടുവാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസം കണ്ടു, അത് ജനാധിപത്യ സംരക്ഷണത്തിനായിട്ടുള്ള കോടതിയുടെ ഇടപെടലാണ്. ഇവിടെ ഒരു നിയമം അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ അധികാരം കൂടുതലായി കവർന്നെടുക്കുകയാണെങ്കിൽ, അവരിൽ നിക്ഷിപ്തമല്ലാത്ത അധികാരം അവർ പ്രയോഗിക്കുകയാണെങ്കിൽ ഇടപെടാനുള്ള കോടതിയുടെ അധികാരത്തിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക. The Supreme Court is given the power to review the laws passed by the legislature and examine whether such laws are consistent with the provisions of the Constitution. അപ്പോൾ ഇതിലൂടെ, ഈ അധികാരത്തിലൂടെ നിയമനിർമ്മാണ സഭകൾ, കേന്ദ്രത്തിലേതാണെങ്കിലും സംസ്ഥാനങ്ങളിലേതാണെങ്കിലും നിയമനിർമ്മാണ സഭകൾ
ഒരു ഭരണഘടനാ വിരുദ്ധമായ രീതിയിലുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ, ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവയെ പരിശോധിക്കുവാനും അവയെ റദ്ദ് ചെയ്യുവാനുള്ള അധികാരത്തിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക. അപ്പോൾ നമ്മൾ രണ്ട് കൺസെപ്റ്റ് കണ്ട്, ജുഡീഷ്യൽ ആക്ടിവിസവും ജുഡീഷ്യൽ റിവ്യൂവും. രണ്ടും സിമിലർ എന്ന് തോന്നുമെങ്കിലും രണ്ടും സിമിലർ അല്ല. ജുഡീഷ്യൽ ആക്ടിവിസം എന്നാൽ അത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടല്ല, ജനാധിപത്യത്തിൻ്റെ കൺസെപ്റ്റിനെതിരായിട്ട് ഗവൺമെൻറ്റുകളോ മറ്റോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് കോടതിക്ക് എഫക്റ്റീവായിട്ട് ഇടപെടുന്നതിനുള്ള ഒരു ആയുധമാണ് ജുഡീഷ്യൽ ആക്ടിവിസം. അതേസമയം ജുഡീഷ്യൽ റിവ്യൂ എന്നാൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, ഭരണഘടനാ പ്രൊവിഷനുകൾക്ക് വിരുദ്ധമായി ഒരു നിയമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തെ പരിശോധിക്കുവാനും അത് ഭരണഘടനാ വിരുദ്ധമെങ്കിൽ റദ്ദ് ചെയ്യുവാനുള്ള അധികാരത്തിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. അപ്പോൾ ഒന്ന് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റൊന്ന് ജനാധിപത്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ജനാധിപത്യ സംരക്ഷണത്തിനായിട്ട് എഫക്റ്റീവായിട്ട് ഇടപെടുന്നതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുക. നിയമം ഭരണഘടനാ വിരുദ്ധമെങ്കിൽ പരിശോധിക്കുവാനും അതിനെ റദ്ദ് ചെയ്യുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാനുള്ള അധികാരത്തിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് വെപ്പണുകളിലൂടെ, അധികാരങ്ങളിലൂടെ നീതിന്യായ സംവിധാനം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നു, ഗവൺമെൻറ്റുകളെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ തന്നെ നിയന്ത്രിക്കുന്നു. കാരണം ജുഡീഷ്യറി ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭരണഘടനയുടെ സംരക്ഷണത്തിനായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ കോടതികൾക്ക് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങളെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നും ജുഡീഷ്യൽ റിവ്യൂ എന്നും പറയുക. അപ്പോൾ നമ്മൾ കണ്ടു, 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഒരു ഗവൺമെൻറ്റിൽ ഉണ്ടാവുക: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഈ 3ഉം ചേർന്നതിനെയാണ് ഒരു ഗവൺമെൻറ് എന്ന് പറയുക. സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഗവൺമെൻറ് എന്ന് പരാമർശിക്കാറുള്ളതെങ്കിലും യഥാർത്ഥ സെൻസിൽ ഈ 3ഉം, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഇത് 3ഉം ചേർന്നതിനെയാണ് ഗവൺമെൻറ് എന്ന് പറയുക. അതിൽ ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കുന്നു, എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമത്തെ നടപ്പിലാക്കുന്നു, ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമത്തെ വ്യാഖ്യാനിക്കുന്നു. ആ വ്യാഖ്യാനിക്കുമ്പോഴാണ് സ്വാഭാവികപരമായി ജുഡീഷ്യൽ റിവ്യൂവുമൊക്കെ വരുന്നത്. അപ്പോൾ ജുഡീഷ്യറി എന്ന ഗവൺമെൻറ്റിൻ്റെ 3ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എൻജോയ്ഡ് ബൈ എക്സസൈസ്ഡ് ബൈ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. ദ ചീഫ് duty of judiciary is to interpret and applies the laws made by legislature. Thank you.